താഴ്ന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ലോവർ കോൺസെൻട്രേഷൻ ദേ ബിഹേവ് ലൈക്ക് ക്രിസ്റ്റലോയിഡ്സ്. ഹലോ, നമസ്കാരം. ഞാനിന്ന് കൊളോയിഡിൻ്റെ രണ്ടാമത്തെ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, പ്രയോജനപ്പെട്ടു, നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം അന്ന് തന്നെ പഠിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ കൊളോയിഡിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മനോഹരമായ കൊളോയിഡിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങൾ, പ്രിപ്പറേഷനുകൾ, ക്ലാസിഫിക്കേഷനുകൾ, അങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം പഠിച്ചതിന് ശേഷം നിങ്ങൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകണം. അങ്ങനെ ക്രമാനുഗതമായ പഠനമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്, വിജയസോപാനത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി മറ്റൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്, അതായത് പാർട്ടിക്കിളിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട്, വലിപ്പം എപ്പോഴും 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലായിരിക്കണം. എന്നാൽ തന്നെയും പാർട്ടിക്കിളിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് മറ്റൊരു ക്ലാസിഫിക്കേഷനുണ്ട്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദി ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്, നമ്മൾ അവസാനമെടുക്കും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഫേസ് ആൻഡ് മീഡിയമാണ്. ലയോഫിലിക് എന്നും ലയോഫോബിക് എന്നും നമ്മൾ എടുത്തു കഴിഞ്ഞു. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ആ ക്ലാസിഫിക്കേഷനിൽ അതിന് നമ്മൾ മൾട്ടി മോളിക്കുലാർ കൊളോയിഡുകൾ, മാക്രോ മോളിക്കുലാർ കൊളോയിഡുകൾ, അസോസിയേറ്റഡ് കൊളോയിഡുകൾ എന്ന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് ആർ ഫോംഡ് ഫ്രം അഗ്രിഗേറ്റ് ഓഫ് സ്മാളർ മോളിക്യൂൾസ്. അതായത് ചെറിയ മോളിക്യൂളുകൾ കൂടി ചേർന്ന്, ചെറിയ പാർട്ടിക്കിൾ കൂടി ചേർന്ന് കൊളോയിഡൽ ഡയമെൻഷൻ ഉള്ള ഒരു കൊളോയിഡായിട്ട് മാറുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടി മോളിക്കുലാർ കൊളോയിഡുകൾ എന്ന് പറയുന്നത്. അതായത് അഗ്രിഗേറ്റ് ചെയ്യണം, ചെറിയ പാർട്ടിക്കിളുകൾ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു വലിയ മോളിക്യൂളായിട്ട് മാറുമ്പോൾ അതിന് കൊളോയിഡലിൻ്റെ 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ എന്ന് പറയുന്ന അളവ് ലഭിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മൾട്ടി മോളിക്കുലാർ കൊളോയിഡുകൾ എന്ന് പറയും. മൾട്ടി മോളിക്കുലാർ കൊളോയിഡിൻ്റെ എക്സാമ്പിളാണ് സൾഫർ സോൾ എന്ന് പറയുന്നത്. മൾട്ടി മോളിക്കുലാർ കൊളോയിഡിന് എക്സാമ്പിളാണ്. സൾഫറിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ആൾ 8ൻ്റെ ആളാണ്, 8ൻ്റെ പണി കൊടുക്കുന്ന ആളാണ് സൾഫർ എന്ന് പറയുന്നത്. ഒരു സൾഫർ മോളിക്യൂളിൽ തന്നെ 8 ആറ്റങ്ങളാണ് യോജിച്ചിരിക്കുന്നത്. വലിയ ഒരു തന്മാത്രയാണ്. ഈ തന്മാത്രകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവയ്ക്ക് കൊളോയിഡിൻ്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സൾഫർ സോൾ എന്ന് പറയുന്നത്. അപ്പോൾ സൾഫർ സോള്, ഗോൾഡ് സോള് മുതലായ സോളുകളെ നമ്മൾ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ് എന്നു പറയുന്ന കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അതായത് വാക്കിൽ തന്നെ അർത്ഥമുണ്ട്. മൾട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, മൾട്ടി ടെക്നിക്ക് അല്ലെങ്കിൽ മൾട്ടി ടാലൻറ്റഡ്. ഒരാൾ മൾട്ടി ടാലൻറ്റഡ് എന്ന് നമ്മൾ പറയും, ഇല്ലേ? ഡാവിഞ്ചി വാസ് എ മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. ലിയനാർഡോ ഡാവിഞ്ചി, അദ്ദേഹം ചിത്രകാരനായിരുന്നു, ശില്പിയായിരുന്നു, കവിയായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു. മനുഷ്യൻ്റെ ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് പഠിച്ചു, ഹെലികോപ്റ്റർ ഡിസൈൻ ചെയ്തു. അങ്ങനെ ഒരുപാട് ടാലൻ്റുള്ള ആൾക്കാരെ നമ്മൾ എന്തു പറയും? സവ്യസാചി എന്ന് പറയും, അല്ലെങ്കിൽ മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. അതുപോലെ അതിൻ്റെ അർത്ഥം മൾട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എന്നാണ്. മൾട്ടി മോളിക്കുലാർ കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മോളിക്യൂളുകൾ കൂടി ചേരുമ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ വലിപ്പം കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ വലിപ്പത്തിന് തുല്യമാണെങ്കിൽ ആ കൊളോയിഡിനെയാണ് നമ്മൾ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ് എന്ന് പറയുന്നത്. എക്സാമ്പിളുകൾ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഒരെണ്ണം എടുത്ത് അവർക്ക് ചോദിക്കാം, സൾഫർ സോൾ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ് ടൈപ്പ് ഓഫ് കൊളോയിഡ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മൾട്ടി മോളിക്കുലാർ കൊളോയിഡാണ് എന്ന് നമുക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കണം. ഇനി അതിൽ തന്നെ വരുന്ന ഒന്നാണ് മാക്രോ മോളിക്കുലാർ കൊളോയിഡ്. മാക്രോ നമ്മൾ കേട്ടിട്ടുണ്ട്, മൈക്രോയുടെ ഓപ്പോസിറ്റ് ആണല്ലോ മാക്രോ എന്ന് പറയുന്നത്. മാക്രോ എന്ന് പറഞ്ഞാൽ വലുത്, വലുപ്പം, വളരെ വലുത് എന്നൊക്കെയാണ് മാക്രോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. മോളിക്യൂളിൻ്റെ വലിപ്പം വളരെ വലുതാണെങ്കിൽ അങ്ങനെയുള്ള കൊളോയിഡുകളെയാണ് നമ്മൾ മാക്രോ മോളിക്കുലാർ കൊളോയിഡ് എന്ന് പറയുന്നത്. കമ്പോസ്ഡ് ഓഫ് ലാർജ് മോളിക്യൂൾസ് ലൈക്ക് പ്രോട്ടീൻസ് കോൺട്രിബ്യൂട്ടിംഗ് ടു വേരിയസ് ആപ്ലിക്കേഷൻസ്.
പ്രോട്ടീനുകളുടെ സോളുകൾ, സ്റ്റാർച്ചിൻ്റെ സോളുകൾ, ഇവയെല്ലാം തന്നെ മാക്രോ മോളിക്കുലാർ കൊളോയിഡിന് എക്സാമ്പിളാണ്. എന്ന് പറഞ്ഞാൽ മൾട്ടിയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസം കൂട്ടുകാരെ മനസ്സിലായോ? മൾട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി മോളിക്യൂളുകൾ ചേരണം. മാക്രോയിൽ അങ്ങനെയല്ല. മോളിക്യൂളിൻ്റെ വലിപ്പം കൊണ്ട് തന്നെ അതിന് കൊളോയിഡൽ ഡയമെൻഷൻ 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ കിട്ടുന്നു എങ്കിൽ അങ്ങനെയുള്ള കൊളോയിഡുകളെയാണ് നമ്മൾ മാക്രോ മോളിക്കുലാർ കൊളോയിഡുകൾ എന്ന് പറയുന്നത്. എപ്പോഴും കൊളോയിഡ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ചിലപ്പോൾ സോൾ എന്ന് പറഞ്ഞിരിക്കും. സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നുള്ള സോളല്ല, അത് SOL എന്ന് പറയുന്നതാണ് സോൾ. കൊളോയിഡൽ സിസ്റ്റത്തിനെ നമ്മൾ പലപ്പോഴും ചുരുക്കി പറയുന്നത്, പറയാനുള്ള എളുപ്പത്തിന് പറയുന്നത് സോൾ എന്ന് പറയുന്ന വാക്കുപയോഗിച്ചിട്ടാണ്. ഇനി മറ്റൊരു കൊളോയിഡുണ്ട് ഈ ക്ലാസിഫിക്കേഷനിൽ തന്നെ. അതിനെയാണ് നമ്മൾ അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് പറയുന്നത്. അസോസിയേറ്റഡ് കൊളോയിഡിന് നമ്മൾ വേറൊരു പേര് കൂടെ കൊടുത്ത് പഠിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ മിസലേ എന്നുകൂടി പേരിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസോസിയേറ്റഡ് കൊളോയിഡുകൾ എന്ന് പറയുന്നത് താഴ്ന്ന കോൺസെൻട്രേഷനിൽ അത് കൊളോയിഡേ അല്ല. താഴ്ന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ലോവർ കോൺസെൻട്രേഷൻ ദേ ബിഹേവ് ലൈക്ക് ക്രിസ്റ്റലോയിഡ്സ്, ബട്ട് എബവ് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ദേ ആക്ട് ലൈക്ക് കൊളോയിഡ്സ് ഓർ ദേ ബിക്കം കൊളോയിഡ്സ്, then they are called associated colloid. ചെറിയ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ താഴ്ന്ന കോൺസെൻട്രേഷനിൽ അത് ക്രിസ്റ്റലോയിഡാണ്. ക്രിസ്റ്റലോയിഡ് എന്ന് പറഞ്ഞാൽ അത് കൊളോയിഡ് അല്ല എന്നാണ് അർത്ഥം. പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ വർദ്ധിപ്പിച്ച് ഒരു അളവ് എത്തിക്കഴിഞ്ഞാൽ ഒരു അളവ് കോൺസെൻട്രേഷന് മീതെ അത് കൊളോയിഡായിട്ട് വർക്ക് ചെയ്യുന്നു എങ്കിൽ അതിനെയാണ് നമ്മൾ, അത്തരം കൊളോയിഡുകളെയാണ് നമ്മൾ അസോസിയേറ്റഡ് കൊളോയിഡുകൾ അല്ലെങ്കിൽ സർഫാക്റ്റൻസ് ആണ് ഇവ കൂടുതലും. സർഫസിൽ പ്രവർത്തിക്കുന്നവയാണ്. അവയെ നമ്മൾ മിസലേകൾ എന്ന് പറയുന്നത്. അപ്പോൾ അസോസിയേറ്റഡ് കൊളോയിഡ്സ് അറ്റ് എ ലോവർ കോൺസെൻട്രേഷൻ ആർ നോട്ട് കൊളോയിഡ്സ്. ആഫ്റ്റർ എ പർട്ടിക്കുലർ ലെവൽ ഓഫ് ദി കോൺസെൻട്രേഷൻ ദേ ബിഹേവ് ആസ് കൊളോയിഡ്സ്. Then that type of colloids are called these associated colloids. ആ കോൺസെൻട്രേഷൻ ലിമിറ്റ് ഉണ്ടല്ലോ, ലക്ഷ്മണരേഖ പോലെ. ആ കോൺസെൻട്രേഷൻ ലിമിറ്റിന് നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, ഒരു പ്രത്യേക വാക്കുണ്ട്. അതിനെ നമ്മൾ ക്രിറ്റിക്കൽ മിസലേ കോൺസെൻട്രേഷൻ എന്നാണ് പറയുന്നത്. ഈ വാക്ക് പലപ്പോഴും മിസലേ കോൺസെൻട്രേഷൻ, അതിനെ നമ്മൾ പറയുന്നത് മിസലേ കോൺസെൻട്രേഷൻ എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ, ആ പ്രത്യേക കോൺസെൻട്രേഷന് മീതെ അവ കൊളോയിഡാണ്, ആ കോൺസെൻട്രേഷന് താഴെ അവ കൊളോയിഡല്ല. അപ്പോൾ കൊളോയിഡ് ആക്കുന്ന കോൺസെൻട്രേഷനെയാണ് നമ്മൾ ക്രിറ്റിക്കൽ മിസലേ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്മൾ CMC എന്ന് പറയുന്നത്. അത് തന്നെ ഒരു ടെമ്പറേച്ചറിന് മുകളിലാണ് അവ കൊളോയിഡായിട്ട് മാറുന്നത് എങ്കിൽ ആ പ്രത്യേക ടെമ്പറേച്ചറിന് ഒരു പേരുണ്ട്. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് വിശദീകരിക്കാമോ, എന്താണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ, എന്താണ് CMC എന്ന് ഒന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഒരു കോൺസെൻട്രേഷന് മുകളിലാണ് കൊളോയിഡായിട്ട് മാറുന്നതെങ്കിൽ ആ കോൺസെൻട്രേഷനെ CMC എന്ന് പറയുന്നു. ഒരു ടെമ്പറേച്ചറിന് മുകളിലാണ് കൊളോയിഡായിട്ട് മാറുന്നത് എങ്കിൽ ആ ടെമ്പറേച്ചറിനെ നമ്മൾ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയും. അപ്പോൾ ക്രാഫ്റ്റ് ടെമ്പറേച്ചറിന് താഴെ അവ കൊളോയിഡുകളല്ല. അവയെ നമ്മൾ വിളിക്കുന്നത് കൊളോയിഡ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് ക്രിസ്റ്റലോയിഡ് എന്നാണ് വിളിക്കുന്നത്. ആ ക്രാഫ്റ്റ് ടെമ്പറേച്ചറിൻ്റെ മുകളിൽ അവ കൊളോയിഡാണ്. അപ്പോൾ കൊളോയിഡ് ആക്കുന്ന ടെമ്പറേച്ചറിനെ നമുക്ക് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയാം. കൊളോയിഡ് ആക്കുന്ന കോൺസെൻട്രേഷനെ നമുക്ക് എന്ത് പേര് പറയാൻ പറ്റും? ക്രിറ്റിക്കൽ മിസലേ കോൺസെൻട്രേഷൻ. ക്രിറ്റിക്കൽ മിസലേ കോൺസെൻട്രേഷൻ നമ്മൾ പറയുന്ന ചുരുക്കവാക്കാണ്. നമ്മളെന്താണ് പറയുന്ന ചുരുക്കവാക്ക്? CMC എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. സോപ്പ് എന്ന് പറയുന്നത് നല്ലൊരു എക്സാമ്പിളാണ്. എന്തിന് എക്സാമ്പിളാണ് സോപ്പ് എന്ന് പറയുന്നത്? അസോസിയേറ്റഡ് കൊളോയിഡ് അല്ലെങ്കിൽ മിസലേ എന്നു പറയുന്നതിന് ഉത്തമ ഉദാഹരണമാണ്
നല്ല ഒരു ദൃഷ്ടാന്തമാണ് സോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദി ഇൻ്ററാക്ഷൻ, ലയോഫിലിക് എന്നും ലയോഫോബിക് എന്നും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പാർട്ടിക്കിളിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് നമുക്കവയെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്നിനെ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ് എന്ന് പറയും, മറ്റൊന്നിനെ മാക്രോ മോളിക്കുലാർ കൊളോയിഡ് എന്ന് പറയും, മറ്റൊന്നിനെ അസോസിയേറ്റഡ് കൊളോയിഡ് എന്ന് നമ്മൾ പറയും. ഇനി ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. 3 രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് on the basis of the physical state of the dispersed phase and dispersion medium. There are 8 types of the colloidal system. ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ, അതാണ് ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ട് നമ്മളവയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 8 എണ്ണമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ ടേബിള് നമ്മുടെയൊക്കെ ബുക്കുകൾക്കകത്തുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ അതിനകത്ത് ആ 8 സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത് ഒരെണ്ണം എന്ന് പറയുന്നത് സോൾ എന്ന് പറയുന്നതാണ്. ക്ഷമിക്കണം, സോൾ എന്ന് പറയുന്നതാണ് ഒന്നാമത്തേത്. അത് ഓർക്കാൻ വളരെ എളുപ്പമാണ്. സോളിഡ് എന്ന് പറയുന്നതാണ് ഫേസ്, ലിക്വിഡ് എന്ന് പറയുന്നതാണ് മീഡിയം എന്ന് പറയുന്നത് ലിക്വിഡും, അതുപോലെ തന്നെ ഫേസ് എന്ന് പറയുന്നത് സോളിഡുമാണെങ്കിൽ അത്തരത്തിലുള്ള കൊളോയിഡൽ സിസ്റ്റങ്ങളെയാണ് നമ്മൾ സോൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, സോൾ എന്ന് പറയുന്നതിനകത്ത് ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സോളിഡായിരിക്കും. അതിലെ മീഡിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൽ ലിക്വിഡ് എന്ന് പറയുന്നതായിരിക്കും മീഡിയം. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. സോൾ എന്ന് പറഞ്ഞാൽ SL, ഫേസ് എന്ന് പറയുന്നത് സോളിഡായിരിക്കും, മീഡിയം എന്ന് പറയുന്നത് ലിക്വിഡായിരിക്കും. ഒരു സോളിഡ് ലിക്വിഡിൽ ലയിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ്, ആ തരത്തിലുള്ള കൊളോയിഡിനെയാണ് നമ്മൾ സോളുകൾ എന്ന് പറയുന്നത്. ധാരാളം എക്സാമ്പിളുകളുണ്ട് സോളിനെടുക്കാനായിട്ട്. ഫേസ് SOL, അതായത് സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് ഓർക്കുക. സോളിഡ് എന്ന് പറയുന്നത് ഫേസാണ്, ലിക്വിഡ് എന്ന് പറയുന്നത് മീഡിയമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റാർച്ച് സോള്, സ്റ്റാർച്ച് വെള്ളത്തിൽ ലയിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് സോളിന് എക്സാമ്പിളാണ്. അതുപോലെ പെയിൻറ്റുകൾ, വ്യത്യസ്തങ്ങളായ പെയിൻറ്റുകളുണ്ട്. ആ പെയിൻറ്റുകൾ എന്ന് പറയുന്നതെല്ലാം തന്നെ സോളിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞാൽ, ഫേസിൻ്റെയും മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ട് നമ്മൾ അവയെ 8 എണ്ണമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ 8 എണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 എണ്ണമാണ്. ആ 3 എണ്ണത്തിൽ ഒരെണ്ണമാണ് സോൾ എന്ന് പറയുന്നത്. സോൾ എന്ന് പറയുന്നത് സോളിഡ് ഇൻ ലിക്വിഡ്, അതിനെയാണ് നമ്മൾ സോൾ എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് സ്റ്റാർച്ച് സോൾ എന്ന് പറയുന്നത്. ഇനി അതിലെ രണ്ടാമത്തേതിനെയാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തേതിന് പറയുന്ന പേരാണ് ജെൽ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട 3 എണ്ണമാണ് ഞാനിന്ന് പറയുന്നത്. ജെൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഇൻ സോളിഡ്. ലിക്വിഡ് ഇൻ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫേസ് ഏതായിരിക്കും? ലിക്വിഡ് എന്ന് പറയുന്നത് ഫേസ് ആയിരിക്കും, സോളിഡ് എന്ന് പറയുന്നത് മീഡിയം ആയിരിക്കും. ഒരു ലിക്വിഡ് സോളിഡിൽ വ്യാപനം ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ജെല്ലെന്ന് പറയുന്നത്. നമ്മൾ ചീസ്, ബട്ടർ, പാൽക്കട്ടി, ബട്ടർ എന്ന് പറയുന്നത് എല്ലാം തന്നെ ജെല്ലുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ സോളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കൂട്ടുകാരെ ജെല്ലെന്ന് പറയുന്നത്. സോളെന്ന് പറയുന്നത് സോളിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ ജെല്ലെന്ന് പറയുന്നത് ലിക്വിഡ് ഇൻ സോളിഡാണ്. ഇവിടുത്തെ ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡാണ്, ഇവിടുത്തെ മീഡിയം എന്ന് പറയുന്നത് സോളിഡാണ്. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കാറ്റഗറിയാണ് ഇമൽഷൻ എന്ന് പറയുന്നത്. ഇമൽഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഇൻ ലിക്വിഡ് ഈസ് കാൾഡ് ഇമൽഷൻ. അവിടെ ഫേസ് എന്ന് പറയുന്നതും ലിക്വിഡാണ്, മീഡിയം എന്ന് പറയുന്നതും ലിക്വിഡാണ്. വെള്ളവും അല്ലെങ്കിൽ ലിക്വിഡും കൂടെ ചേർന്ന് രണ്ടും ലിക്വിഡാണെങ്കിൽ,
ഫേസും മീഡിയവും രണ്ടും ലിക്വിഡാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇമൽഷൻ എന്ന് പറയുന്നത്. ഇമൽഷൻ എക്സാമ്പിളാണ് നമുക്ക് മിൽക്ക് എന്ന് പറയുന്നത്, ഇമൽഷൻ എക്സാമ്പിളാണ് ഓയിൽ ഇൻ വാട്ടർ എന്ന് പറയുന്നത്, നമുക്കൊരു ഇമൽഷന് എക്സാമ്പിളാണ്. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട കാറ്റഗറി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലാകാത്തവർക്ക് വീണ്ടും എപ്പോൾ വേണമെങ്കിലും എന്നോട് വിളിച്ച് സംശയ നിവാരണം വരുത്താവുന്നതാണ്. കൊളോയിഡിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് സൊല്യൂഷനും പ്രസിപ്പിറ്റേറ്റിനും നടുവിലാണ്. ഒരു വസ്തു തന്നെ കൊളോയിഡായിട്ടും അല്ലാതെയും നിൽക്കാം. കൊളോയിഡ് ആകണമെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ വലിപ്പം 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലായിരിക്കണം. പിന്നെ നമ്മൾ കണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ, പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഒരു ക്ലാസിഫിക്കേഷൻ ലയോഫിലിക് കൊളോയിഡ് എന്നും ലയോഫോബിക് കൊളോയിഡ് എന്നുമാണ്. മറ്റൊരു ക്ലാസിഫിക്കേഷൻ മൾട്ടിമോളിക്കുലാർ, മാക്രോമോളിക്കുലാർ, അസോസിയേറ്റഡ് കൊളോയിഡ് എന്നാണ്. അസോസിയേറ്റഡ് കൊളോയിഡിലെ CMC എന്ന് പറയുന്ന വാക്ക് ഒരിക്കലും മറക്കരുത്. ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും മറക്കരുത്. അതിന് മുകളിലാണ് കൊളോയിഡ്, അതിന് താഴെ നോൺ കൊളോയിഡാണ്. പിന്നെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ട് അവയെ നമ്മൾ 8ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ 3 ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന് സോളാണ്, സോളിഡ് ഇൻ ലിക്വിഡ്. അടുത്തത് നമ്മളെടുത്തത് ജെല്ലാണ്, ലിക്വിഡ് ഇൻ സോളിഡാണ്. രണ്ടും ലിക്വിഡാണെങ്കിൽ നമ്മളതിനെ ഇമൽഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഡെഫിനിഷനും അതിൻ്റെ ക്ലാസിഫിക്കേഷനും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. മറ്റുള്ള കാര്യങ്ങൾ പ്യൂരിഫിക്കേഷൻ, പ്രിപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ, പ്രോപ്പർട്ടീസ്, ആപ്ലിക്കേഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ക്ലാസ് മനസ്സിലാക്കി സഹകരിച്ച, പ്രോത്സാഹിപ്പിച്ച നിങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.